ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പുട്ടാണ്. വീണ്ടും വീണ്ടും പുട്ടുകളുടെ വീഡിയോ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പുട്ട് എന്ന് പറയുന്നത് നമ്മൾ റവ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക റവ പുട്ട് നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ, ഇതെന്താണ് വീണ്ടും റവ ഉപയോഗിച്ച് പുട്ടെന്നുള്ളത്. ഇത് നമ്മുടെ കേസരി റവ, നമ്മൾ കഴിഞ്ഞ ദിവസം ഉപ്പുമാവ് ഉണ്ടാക്കിയില്ലേ, ആ കേസരി റവ ഉപയോഗിച്ചിട്ടുള്ള പുട്ടാണ്. അപ്പോൾ ഈ ഒരു പുട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ലൊരു സോഫ്റ്റ് പുട്ടാണ്. ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പിയൊക്കെ ചൂടോടെ തന്നെ കഴിക്കുക. പഴമോ കറിയോ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് ചൂടോടെ തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കേസരി റവ പുട്ട് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പുട്ടിന് ആവശ്യമായ കാര്യങ്ങൾ നോക്കിയാലോ. ഞാനിപ്പോൾ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത റവയല്ല, വറുക്കാത്ത റവയാണ്. അതുപോലെ തന്നെ റവയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കേസരി റവ ഉപ്പുമാവ് ഉണ്ടാക്കിയില്ലേ, അതേ കേസരി റവയാണ് കേട്ടോ ഇത്. അപ്പോൾ കേസരി റവ എന്താണെന്ന് കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചിരുന്നു, ബ്രോക്കൺ വീറ്റ് റവയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ കേസരി റവ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു പാക്കറ്റിലാണ് വരിക. കേസരി റവ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇതുപോലെ കേസരി റവ എന്ന് എഴുതിയ റവയാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റവ കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു നോക്കിക്കോളൂ. ഉറപ്പായിട്ട് നല്ല ടേസ്റ്റോടു കൂടി ഉപ്പുമാവും പുട്ടും ഒക്കെ കഴിക്കാം. അപ്പോൾ നമുക്ക് പിന്നെ വേണ്ടത് തേങ്ങ ചിരവിയതാണ്. തേങ്ങ ചിരവിയത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ തേങ്ങയുടെ അളവ് ഞാൻ പറയാത്തത്, ഈ ഒരു പുട്ടിലേക്ക് ഇടയ്ക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം, മിക്സ് ചെയ്യാൻ തേങ്ങ, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ മിക്സ് ചെയ്യുകയും ചെയ്യും, ഇടയ്ക്കും തേങ്ങ ഇട്ട് കൊടുക്കും. ചില ആളുകൾ ഇടയ്ക്ക് മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ തേങ്ങയുടെ അളവ് പറയാത്തത്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര, ഉപ്പ്, വെള്ളം. അപ്പോൾ ആദ്യം നമുക്ക് ഈ റവയൊന്ന് വലിയൊരു ബൗളിലേക്ക് മാറ്റാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുഴയ്ക്കാൻ എളുപ്പത്തിനാണ് നമ്മൾ വലിയ പാത്രത്തിലേക്ക് മാറ്റുന്നത്. ഇത് വറുത്തിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വറുത്തിട്ട് ചെയ്തോളൂ കേട്ടോ. ഞാനിപ്പോൾ വറുക്കാതെ തന്നെയാണ് ചെയ്യുന്നത്. വറുക്കാതെ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിന് അളവ് കുറച്ച് ഉപയോഗിക്കുക. വറുത്ത റവയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കേണ്ടി വരും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നിങ്ങൾ വെള്ളത്തിലേക്കാണ് ഉപ്പിടുന്നതെങ്കിൽ വെള്ളത്തിലേക്ക് ഇട്ടോളൂ. ഞാൻ ഡയറക്റ്റ് റവയിലേക്ക് തന്നെയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര എന്ന് പറയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. അപ്പോഴാണ് നമ്മുടെ റവ പുട്ടിന് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. റവ പുട്ടിന് ടേസ്റ്റ് ഇല്ല എന്നല്ല, കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. നല്ല മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ 1/2 ടീസ്പൂൺ ആക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് സാധാരണ പുട്ടുപൊടി നനച്ചെടുക്കുന്ന പോലെ നനച്ചെടുക്കാം. പക്ഷെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടി പോകരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ റവ വെള്ളം വലിക്കും, അതനുസരിച്ച് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഇതാ പുട്ടുപൊടി നനഞ്ഞതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളവും കൂടി നമ്മൾ ചേർക്കണം, അപ്പോഴേ കറക്റ്റ് ആവുള്ളൂ നമ്മുടെ പുട്ട്. റവ വെള്ളം വലിച്ചെടുക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ തന്നെ ഇതാ കണ്ടോ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടീസ്പൂണും കൂടി വെള്ളം, ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടില്ല, 1 കപ്പ് വെള്ളം എടുത്തിട്ട് ഇത് കണ്ടോ ഇത്രയും വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ നമ്മളിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അതിന് ശേഷം ചേർത്ത് കൊടുക്കാം, ഇപ്പോൾ തന്നെ ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ പുട്ട് റെഡിയാക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ റവ പുട്ടിൻ്റെ പരിപാടി. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇതുപോലെ ഒന്ന് ഒരുമിച്ചാക്കി വയ്ക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് മിക്സായി ഉപ്പൊക്കെ മിക്സായി നന്നായിട്ട് റവ സോഫ്റ്റായി വരട്ടെ. റവ സോഫ്റ്റ് ആയാലേ നമ്മുടെ പുട്ട് സോഫ്റ്റ് ആവുള്ളൂ, ഇല്ലെങ്കിൽ റവ കടിക്കുമ്പോൾ അത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഞാൻ അടച്ചു വയ്ക്കാൻ പോവാണ്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ റവ വെള്ളം ഒഴിച്ച് സോഫ്റ്റ് ആക്കാൻ വെച്ചിട്ട് ഇത് കണ്ടോ 10-15 മിനിറ്റ് ആയിട്ടോ ഞാൻ വെച്ചിട്ട് പോയിട്ട്. ഇപ്പോൾ റവയൊക്കെ നന്നായിട്ട് സെറ്റായി. പക്ഷേ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ വറുത്ത റവയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചൂടുവെള്ളം ചേർക്കാം കേട്ടോ. വറുക്കാത്ത റവയാകുമ്പോൾ നമുക്കിതുപോലെ പച്ചവെള്ളത്തിൽ തന്നെ നനച്ചെടുക്കാം. വറുത്ത റവ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുമ്പോഴാണ് കൂടുതൽ സോഫ്റ്റ് ആവുക. അപ്പോൾ ഞാനിതിലേക്ക് ഇനി വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കട്ടെ. വീണ്ടും വെള്ളം ചേർത്തിട്ട് നമുക്ക് ഉടനെ തന്നെ പുട്ട് റെഡിയാക്കാം കേട്ടോ. ആദ്യം ആ ചേർത്ത വെള്ളത്തിൻ്റെ ഒരു നനവുണ്ടല്ലോ റവയിൽ, അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വെള്ളം ചേർത്തിട്ട് വീണ്ടും വെക്കേണ്ട ആവശ്യമില്ല. വീണ്ടും വെച്ചാൽ ഇതുപോലെ തന്നെയാവും, റവ വെള്ളം വീണ്ടും വലിച്ചെടുക്കും. ഇപ്പോൾ കണ്ടോ ഒരു കയ്യിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തപ്പോൾ കറക്റ്റായി. നമ്മൾ എല്ലാ പുട്ടും നോക്കുന്ന പോലെ തന്നെ റവ പുട്ടും ഇതുപോലെ പിടിച്ചു നോക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ ഷേപ്പ് ആവുന്നുണ്ടെങ്കിൽ പുട്ടിൻ്റെ നനവ് കറക്റ്റാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കുക. അപ്പോൾ ഞാൻ ഈ 1.5 കപ്പ് റവയ്ക്കായിട്ടൊരു 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ആകെ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം.
തേങ്ങ ചേർക്കുമ്പോൾ തന്നെ റവയായിട്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് മാറ്റാം. സാധാരണ നമ്മൾ പുട്ട് ഫില്ല് ചെയ്യുന്ന പോലെ ആദ്യം കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റവയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, ഞാനിത് ഫില്ല് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പുട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലും കൂടി ലാസ്റ്റ് നമ്മൾ എല്ലാ പുട്ടിലും ചെയ്യുന്ന പോലെ തേങ്ങ വെച്ചിട്ട് ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ പുട്ടുകുടത്തിൻ്റെ മുകളിലേക്ക് പുട്ടുകുറ്റി വെച്ചിട്ട് നന്നായിട്ട് ആവി വരുമല്ലോ. ആവി വന്നു കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് വയ്ക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ റവയിലേക്ക് നന്നായിട്ട് ആവി കയറി കുക്കാവണം. അതുകൊണ്ടാണ് ഒരു 5 മിനിറ്റ് വയ്ക്കാന്ന് പറയുന്നത്. നമ്മൾ അരിപ്പുട്ടൊക്കെ എടുക്കുന്ന പോലെ വേഗം തന്നെ എടുക്കരുത്. അപ്പോൾ ഞാനിത് കുക്ക് ചെയ്തെടുക്കട്ടെ. ഇനി കുക്ക് ചെയ്തെടുത്തിട്ട് കാണാം. ഇപ്പോൾ നമ്മുടെ പുട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള റവ പുട്ട് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കറികളുടെ കൂടെയോ പഴത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയാണെന്ന് വെച്ചാൽ ചേർത്ത് കഴിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഈ ഒരു പുട്ട് കാണുമ്പോൾ നുറുക്ക് ഗോതമ്പ് പുട്ടാണോ എന്ന് സംശയം തോന്നാം. നുറുക്ക് ഗോതമ്പ് പുട്ടിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്രോക്കൺ വീറ്റ് പുട്ട് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പ് പുട്ട് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ അവൈലബിൾ ആകും. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അല്ലെങ്കിൽ ഡിന്നറിന് കഴിക്കാം, ആ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.